ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യണം. ആക്ടിവിറ്റി 3ക്കും ആക്ടിവിറ്റി 5നും ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എയും ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ആക്കാം. ആദ്യം വരുന്നത് ആക്ടിവിറ്റി 1 ആണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആക്ടിവിറ്റി 1 ആയിട്ട് വരുന്നത് പുറത്ത് നിന്ന് ഒരു കവിതയോ ഒരു പോയമോ ഒരു പാരഗ്രാഫോ നൽകിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ ഒരു പോയം വായിക്കണം. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ആൻസർ ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് തന്നെ വായിക്കണം. ഇവിടെ ഒരു പോയമാണ് നൽകിയിട്ടുള്ളത്, കവിതയാണ്. ഈ കവിത വായിച്ച് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റീഡ് ദി പോയം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫ്രണ്ട്സ് ഫോർ എവർ എന്നാണ് നിങ്ങളുടെ പോയത്തിൻ്റെ തലക്കെട്ട്, ടൈറ്റിൽ വരുന്നത്. നമുക്ക് ഈ പോയം വായിക്കാം. വി പ്ലേ ഓൺ സ്വിങ്സ് ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ്. വി പ്ലേ ഞങ്ങൾ കളിക്കുന്നു. എവിടെ? ഓൺ സ്വിങ്സ് ഞങ്ങൾ ഊഞ്ഞാലാടി കളിക്കുന്നു. ആൻഡ് സ്ലൈഡ് ഓൺ ഗ്രാസ് പുല്ലിൽ നിരങ്ങി സ്ലൈഡ് ചെയ്ത് കളിക്കുന്നു. ടേക്ക് ഫണ്ണി സെൽഫീസ്, ഷെയർ അവർ ജോയ്സ്. രസകരമായിട്ടുള്ള സെൽഫികൾ എടുക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. ജോയ്സ് എന്ന് പറഞ്ഞാൽ സന്തോഷങ്ങൾ. ഷെയർ അവർ ജോയ്സ് ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കിടുന്നു. വി വാച്ച് കാർട്ടൂൺസ് ആൻഡ് ഡാൻസ് അറൗണ്ട് ഞങ്ങൾ കാർട്ടൂൺസ് കാണുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ലാഫ് അണ്ടിൽ വി ഫാൾ ടു ദി ഗ്രൗണ്ട് ഗ്രൗണ്ടിലേക്ക് വീഴുന്നത് വരെ ഞങ്ങൾ ചിരിക്കുകയും ചെയ്യുന്നു. അടുത്ത സ്റ്റാൻസ, വി പ്ലേ ഓൺ ഫോൺസ് ആൻഡ് പെയിൻറ് ഓൺ വാൾസ് ഞങ്ങൾ ഫോണിൽ കളിക്കുകയും വാൾസിൽ ചുമരിൽ പെയിൻറ് ചെയ്യുകയും ചെയ്യുന്നു. വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദി ഹേർട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കൈൻഡ്നെസ് തെളിയുന്നു. കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ, സ്നേഹം. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഓൾ വി ഡു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ആൻഡ് വിഷ് ഈച്ച് ഡേ വാസ് പ്ലേ ടൈം ടു എല്ലാ ദിവസവും ഞങ്ങൾ കളിക്കാനുള്ള സമയം ആയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു എന്നാണ്. സോ ഇത് ഫ്രണ്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു പോയമാണ് അല്ലേ. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1. What kind of activities do the speaker and his friends enjoy doing together? സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കവിത എഴുതിയിട്ടുള്ള ആളാണ്. സോ ഈ ഒരു കവിത എഴുതിയിട്ടുള്ള ഈ ഒരു സ്പീക്കറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എന്തെല്ലാം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, അത് അദ്ദേഹം ആസ്വദിക്കുന്നത്. നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഓരോ ഓപ്ഷൻസ് വായിക്കാം. അത് പോയത്തിൽ പറയുന്നുണ്ടോ എന്ന് നോക്കാം. റീഡിങ് ബുക്സ് ആൻഡ് ഡൂയിങ് ഹോംവർക്ക് പുസ്തകങ്ങൾ വായിക്കുകയും ഹോംവർക്ക് ചെയ്യുകയും. അത് ഈ പോയത്തിൽ പറയുന്നുണ്ടോ? പറയുന്നില്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. ബി കുക്കിംഗ് ആൻഡ് ഗാർഡനിങ് പാചകം ചെയ്യുകയും ഗാർഡനിങ് ചെയ്യുകയും അതും ഈ കവിതയിൽ പറയുന്നില്ല. സി പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ് അത് പറയുന്നുണ്ടല്ലേ, ഊഞ്ഞാലാടുകയും കാർട്ടൂൺസ് കാണുകയും ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഓപ്ഷൻ സി ശരിയാണ്. ഇനി ഡി നോക്കിക്കേ. പെയിൻറ്റിങ് വാൾ ആൻഡ് ക്ലീനിങ് റൂംസ് ചുമരുകളിൽ പെയിൻറ്റിങ് ചെയ്യുകയും റൂംസ് വൃത്തിയാക്കുകയും. ഇവിടെ ക്ലീനിങ് റൂംസ് എന്ന് നിങ്ങൾക്ക് ഈ പോയത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് സി മാത്രമാണ്. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇതിൽ ഏത് ലൈനാണ് കറക്റ്റായിട്ട് പോയത്തിൽ പറയുന്നത് എന്നാണ്. ഓപ്ഷൻ സിയിലുള്ള ലൈന് മാത്രമാണ് ഇവിടെ പോയത്തിൽ പറയുന്നത്, ഊഞ്ഞാലാടുകയും കാർട്ടൂൺസ് കാണുകയും. സോ അത് മാത്രമാണ് ഇവിടെ ശരി. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നെസ് ഷൈനിങ് ഫ്രം ദി ഹേർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്? ഹൃദയത്തിൽ നിന്ന് കൈൻഡ്നെസ് ദയ തിളങ്ങുന്നു, ഷൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ വരിയുടെ അർത്ഥം ഇതെന്താണ് ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് പറയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക് അവരെ കാണാൻ എങ്ങനെയാണ് എന്നാണ് ഇത് പറയുന്നത്. ബി പറയാണ് ഇറ്റ് ഷോസ് ദേ ഹാവ് ഫ്ലാഷ് ലൈറ്റ്സ് ഇത് പറയുന്നത് അവർക്ക് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടെന്നാണ്. സി ഇറ്റ് സേസ് അബൌട്ട് ദി വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഇത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ വിലയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡി ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി വെദർ ഇത് കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശരിയായത് ഏതാണ്? ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂവിനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്.
ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദി പോയം? ഈ ഒരു കവിതയിൽ വെളിപ്പെടുത്തുന്ന ഇമോഷൻ എന്താണ്? ഏങ്കർ ദേഷ്യമാണോ? ജോയ് സന്തോഷം, ഫിയർ പേടി, ഡി സർപ്രൈസ് ഏതാണ്? ജോയ് ആണ് അല്ലേ, സന്തോഷമാണ്. സോ ഓപ്ഷൻ ബി ആണ് ശരി. അടുത്തത് ഡി ക്വസ്റ്റ്യൻ ആണ്. യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗദർ. നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരും ഒരുമിച്ച് ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവും. റൈറ്റ് വൺ ഓഫ് ദി ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം എഴുതുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുമിച്ച് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമായിരിക്കും, ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമായിരിക്കും, ഒരുമിച്ച് പുസ്തകങ്ങൾ വായിക്കാൻ, കഥകൾ വായിക്കാൻ ഇഷ്ടമായിരിക്കും. സോ ഏതാണോ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം അവിടെ എഴുതാനാണ്. എക്സാമ്പിളായിട്ട് വി ലൈക്ക് ടു പ്ലേ ടുഗദർ എന്ന് എഴുതാം. ഞങ്ങൾക്ക് ഒരുമിച്ച് കളിക്കാൻ ഇഷ്ടമാണ്. സോ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിയേ, എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. സോ എഡിറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവും? ഒന്ന്, ക്യാപിറ്റൽ ലെറ്റർ. സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ആ ഒരു ടൈപ്പ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. പിന്നെ ഒന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിരിക്കും. പിന്നെ കുറച്ച് വേർഡ്സ് ശരിയായിട്ടുള്ള ഓർഡറിലായിരിക്കില്ല നൽകിയിട്ടുണ്ടാവുക, ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും. ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് എഡിറ്റിങ്ങിൽ കാണാം. ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, മൈ ഈസ് നെയിം ഐനു. ഈസ് നെയിം എന്നാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് എന്ന് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ടാണ് നൽകിയിട്ടുള്ളത്. മൈ നെയിം ഈസ് ഐനു എന്നാണല്ലേ നമ്മൾ പറയുക. മൈ നെയിം ഈസ് ഐനു എന്നാണ്. സോ ഒന്നാമത്തെ ആൻസർ നെയിം ഈസ് എന്നാണ്. ഓക്കെ, ഐനു ഒരാളുടെ പേര് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് തുടങ്ങുക. അതൊക്കെ ഇവിടെ ശരിയായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഈസ് നെയിം ആണ് ഇവിടെ തെറ്റ് എന്ന് അണ്ടർലൈൻ ചെയ്തും നൽകിയിട്ടുണ്ട്. സോ നിങ്ങളത് ഓർഡർ തെറ്റിച്ചിട്ട് നെയിം ഈസ് എന്ന് മാറ്റി എഴുതണം. ഓക്കെ, ഇനി അടുത്ത ബി, ഐ ആം 10 years old. ഇവിടെ ഐ ആണ് തെറ്റ്. എന്താണ്? ഇപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇവിടെ ഐ സ്മോൾ അല്ലേ, അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിയേ, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ. വായിക്കുമ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലേ. ഫ്രണ്ടിനാണ് ഇവിടെ മിസ്റ്റേക്ക് ഉള്ളത്, തെറ്റുള്ളത് എന്ന് അണ്ടർലൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇതാണോ ഫ്രണ്ടിൻ്റെ സ്പെല്ലിംഗ്? അല്ല, തെറ്റാണ്. FRIEND എന്നാണ് ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ്. സോ അത് ഇവിടെ നിങ്ങൾ തിരുത്തി എഴുതണം. അതാണ്. സോ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്ക് ഇവിടെ കണ്ടു? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടു, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതേണ്ടത് കണ്ടു, ഓർഡർ തെറ്റിച്ച് നൽകിയത് കണ്ടു. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ. ആൻ ആണ് ഇവിടെ തെറ്റ്. ഇവിടെ ഏനാണോ വരിക? ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ എന്നല്ല, ഷീ ഈസ് എ ഗുഡ് ഗേൾ. അവൾ ഒരു നല്ല കുട്ടിയാണ്. ഒരു എന്ന് പറയാൻ ഇവിടെ ഷീ ഈസ് എ എന്നാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു സംശയം വരാം, ഏന് എവിടെയാണ് ഉപയോഗിക്കുക, എ എവിടെയാണ് ഉപയോഗിക്കുക എന്ന്. രണ്ടിൻ്റെയും അർത്ഥം ഒരു എന്നാണ്. അവൾ നല്ലൊരു കുട്ടിയാണ്, അവിടെ എ ആണ് ഉപയോഗിക്കുക. അവൻ നല്ലൊരു കുട്ടിയാണ്, അവിടെ എ ആണ് ഉപയോഗിക്കുക. ഏന് ഉപയോഗിക്കുക AEIOU എന്ന സൗണ്ട് തുടങ്ങുന്ന സമയത്താണ്. ഓക്കെ, ഏൻ ഉപയോഗിക്കുക AEIOU എന്ന വവ്വൽസ് തുടങ്ങുന്ന അക്ഷരങ്ങൾക്ക് മുൻപേ ആയിട്ടാണ് ഏൻ ഉപയോഗിക്കുക. കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുക്കാം. എക്സാമ്പിളായിട്ട് ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഓറഞ്ച്, ആൻ അംബ്രല്ല, ആൻ എലിഫൻറ്റ്, ആൻ ഐസ്ക്രീം, ആൻ ആൻഡ്, ആൻ ഔൾ എന്നൊക്കെയാണ് പറയുക. കാരണം ഇവിടെ ഫസ്റ്റ് തുടങ്ങുന്നത് AEIOU ഇതിലേതെങ്കിലും സൗണ്ട്സ് ആയതുകൊണ്ട്. ഓക്കെ, വവൽ സൗണ്ട് അല്ലാത്തടത്തൊക്കെ നമ്മൾ എ ആണ് ഉപയോഗിക്കുക ഒരു എന്ന അർത്ഥം കിട്ടാൻ. എ ബുക്ക്, ബുക്ക്, ബ്. വവൽ സൗണ്ട് ആണോ? AEIOUല് ബ് എന്ന് പറഞ്ഞ സൗണ്ട് വരുന്നുണ്ടോ? ഇല്ല. എ പെൻ, പ് എന്നുള്ള സൗണ്ടാണ്, അവിടെ എ ആണ്. എ ഗുഡ് ഗേൾ, ഗ അല്ലേ, ഇതൊന്നും വവൽ സൗണ്ട് അല്ല. സോ അവിടെ എ ആണ് വരിക. ഇവിടെ ഗുഡിൻ്റെ ബേക്കിലായിട്ട് ഏനല്ല, എ ആണ് വരിക. ഇനി അടുത്തത് വി ഗോ ബൈ സ്കൂൾ ടുഗദർ. ഞങ്ങൾ സ്കൂളിലേക്ക് ഒരുമിച്ച് പോകും എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. വി ഗോ ടു ആണ്, സ്കൂളിലേക്ക് എന്ന് പറയാൻ വി ഗോ ടു സ്കൂൾ എന്നാണ്. ടു സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിലേക്ക്.
ടു പാർക്ക്, പാർക്കിലേക്ക്. സോ ആ ലേക്ക് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ TO ആണ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഇവിടെ ബൈൻ്റെ പകരം TO എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ഈ എഡിറ്റിങ്ങിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ ഏതാണ്, എന്തുകൊണ്ടാണ് തെറ്റ് എന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. ഏകദേശം ഇതേപോലെയുള്ള ഒരു എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ഒക്കെയാണ് നിങ്ങൾക്കും വരിക. എക്സാക്റ്റ് ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഈ ഒരു കാരണങ്ങൾ, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്യാപിറ്റൽ ലെറ്റർ, ഓർഡർ തെറ്റിച്ചിട്ടുള്ളത്, അങ്ങനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഏകദേശം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്കും വരിക. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ തെറ്റ് വരാൻ കാരണം, ഏതാണ് ശരിയായിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എഡിറ്റിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്, തോട്ട്സ്, ചിന്തകൾ എഴുതാനാണ്. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദി ഫോളോയിങ്. താഴെ ചോദിച്ചതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. രണ്ടും തോട്ട്സ് എഴുതാനാണ്, ചിന്തകൾ. തോട്ട്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ്. 3 ക്വസ്റ്റ്യൻ ചെസ്റ്ററിൻ്റെ പാഠമില്ലായിരുന്നോ, ആ ഒരു പാഠമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. ചെസ്റ്ററിന് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ടുമാറോ ഈസ് മൈ ഫസ്റ്റ് ഡേ ടു സ്കൂൾ ഹീ തോട്ട്. നാളെ എൻ്റെ സ്കൂളിലേക്കുള്ള ആദ്യത്തെ ദിവസമാണ്, അവൻ ചിന്തിച്ചു. ഹീ ഫെൽറ്റ് ലേസി. അവനക്ക് മടി തോന്നി. ചെസ്റ്റർ വാസ് വെറീഡ് ആൻഡ് അപ്സെറ്റ്. അവന് വെറി അപ്സെറ്റ് ആയില്ലേ. ചെസ്റ്റർ നാളെ സ്കൂളിൽ പോകേണ്ട കാര്യം ആലോചിച്ചിട്ട് അവന് അപ്സെറ്റായി. ഹീ വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അവന് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയുമാണ് വേണ്ടത്. റൈറ്റ് ഡൗൺ ചെസ്റ്റേഴ്സ് തോട്ട്സ്. ചെസ്റ്ററിൻ്റെ ചിന്തകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തോട്ട്സിൽ നിങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം? ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടോ? വിൽ ഹി മിസ് ഹിസ് ഹോം. അവൻ്റെ വീട് അവന് മിസ് ചെയ്യുമോ? വാട്ട് വിൽ ഹീ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദി ഫോറസ്റ്റ്. അവൻ്റെ കാട്ടിലുള്ള കൂട്ടുകാരെ കുറിച്ച് അവൻ എന്തൊക്കെയാണ് ചിന്തിക്കുക. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തോട്ട്സ് ആണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ നന്നായിട്ട് വായിച്ച് ആ ഒരു ചാപ്റ്ററിലെ കഥകളും ആ ഒരു ചാപ്റ്ററിൽ ആരൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളതെന്ന് നിങ്ങൾ നല്ലോണം പഠിച്ചിരിക്കണം. ഇവിടെ ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലുള്ള കഥാപാത്രമാണ് ചെസ്റ്റർ. ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ്, ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ തീരും ഇഷ്ടമില്ല. അവൻ്റെ വീട് വിട്ട്, അമ്മയെ വിട്ട്, അവൻ കളിക്കുന്ന കൂട്ടുകാരെ വിട്ട് പോകാൻ അവന് തീരും ഇൻട്രസ്റ്റ് ഇല്ല. അവനക്ക് സ്കൂളിൽ പോകാൻ വളരെയധികം മടിയാണ്, ലേസിയാണ്. അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ പുതിയ കൂട്ടുകാർ ലഭിക്കും, പുതിയ പുസ്തകങ്ങൾ കിട്ടും, നീ വിചാരിക്കുന്ന പോലുള്ള ഒരു പ്ലേസ് അല്ല, സ്കൂൾ നല്ലൊരു പ്ലേസ് ആണെന്നൊക്കെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതാണ് കഥ. സോ നിങ്ങളോടുള്ള ക്വസ്റ്റ്യന്, ചെസ്റ്ററിന് പിറ്റേന്ന് തൊട്ട് സ്കൂളിൽ പോകണം. അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. പക്ഷേ അവന് തലേന്ന് രാത്രി ഇതൊക്കെ ആലോചിച്ചിട്ട് എങ്ങനെ സ്കൂളിൽ പോകും, അവനക്ക് തീരും ഇഷ്ടമില്ലല്ലോ. സോ ഇതൊക്കെ എങ്ങനെ അമ്മേനും വിട്ടുപോകും, വീടിനെ എങ്ങനെ വിട്ടുപോകും എന്നൊക്കെ ആലോചിച്ചിട്ട് അവന് ഉറക്കം വരുന്നില്ല. സോ ആ സമയത്ത് അവനുണ്ടാവുന്ന ചിന്തകളാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. നാളെയാണ് അവന് സ്കൂളിൽ, അവൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ നാളെയാണ്. ആ ഒരു കാര്യം ബേസ് ചെയ്തുകൊണ്ടുള്ള തോട്ട്സാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഈ ചിന്തകളിൽ നിങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നും കൂടി അവിടെ നൽകിയിട്ടുണ്ട്. ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയണം, അവൻ്റെ വീട് മിസ് ചെയ്യുന്ന കാര്യം പറയണം, അവൻ്റെ കാട്ടിലെ കൂട്ടുകാരെക്കുറിച്ച് അവൻ എന്തൊക്കെയാണ് ചിന്തിക്കുക എന്ന് പറയണം. ഇതൊക്കെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. സോ ആ ഒരു ചാപ്റ്റർ വായിച്ചവർക്ക് ഇതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നമുക്കിവിടെ എഴുതി നോക്കാം. ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളാണ് ചെസ്റ്റർ. ഓക്കെ, ചെസ്റ്ററാണ് ഈ തോട്ട്സ് എഴുതുന്നത്. നിങ്ങൾ ചെസ്റ്ററായിട്ടാണ് എഴുതേണ്ടത്. അതായത് എനിക്ക് നാളെ സ്കൂളിൽ പോകണം, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല, ഞാൻ എന്താണ് ചെയ്യുക, ഞാൻ എന്നുള്ള സബ്ജക്റ്റ്, ഐ എന്ന സബ്ജക്റ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളാണ് ചെസ്റ്റർ, എന്നിട്ടാണ് നിങ്ങൾ തോട്ട്സ് എഴുതേണ്ടത്. ഇവിടെ എഴുതാം, ടുമാറോ ഈസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നാളെ എൻ്റെ സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. ഐ ഫീൽ വെറീഡ് ആൻഡ് ലിറ്റിൽ സ്കെയേർഡ്. എനിക്ക് ആശങ്കയും അതോടൊപ്പം കുറച്ച് പേടിയുമുണ്ട്. സ്കെയേർഡ് എന്ന് പറഞ്ഞാൽ പേടിയുണ്ട് എന്നാണ്. ഐ ഡു നോട്ട് വാണ്ട് ടു ലീവ് മൈ ഹോം. എനിക്ക് എൻ്റെ വീട് വിട്ട് പോകണമെന്നില്ല. ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് മൈ മദർ ആൻഡ് പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദി ഫോറസ്റ്റ്. എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുകയും എൻ്റെ കാട്ടിലെ കൂട്ടുകാരോടൊപ്പം കളിക്കുകയും വേണം. ഐ വിൽ മിസ് മൈ ടോയ്സ്, മൈ ബുക്സ് ആൻഡ് മൈ ഫേവറേറ്റ് സ്വിങ്. ഞാൻ എൻ്റെ ടോയ്സും ബുക്സും എൻ്റെ പ്രിയപ്പെട്ട ഊഞ്ഞാലയും മിസ് ചെയ്യും.
ഇതൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും, അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്നൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. My mother says that I will make new friends, play with new toys and read new books. എൻ്റെ അമ്മ പറയും എനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും, പുതിയ ബുക്കുകൾ വായിക്കാൻ കിട്ടും എന്നൊക്കെ അമ്മ പറയാറുണ്ട്. I want to believe her. എനിക്ക് അവളെ വിശ്വസിക്കണം എന്നുണ്ട്. ബട്ട് ഐ സ്റ്റിൽ ഫീൽ നെർവസ്. പക്ഷേ എനിക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്, പേടിയുണ്ട്. ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്താണ് ദൈവമേ ചെയ്യുക? ഈ എക്സ്പ്രഷനൊക്കെ നിങ്ങൾക്ക് ഏത് തോട്ട്സിലും എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഐ ഡു എന്ന്. പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണമെന്നില്ല. വിൽ ഐ ബി ഹാപ്പി ദർ? എനിക്ക് അവിടെ സന്തോഷമുണ്ടാകുമോ? ഞാൻ അവിടെ ഹാപ്പി ആയിരിക്കുമോ? വിൽ മൈ ന്യൂ ഫ്രണ്ട്സ് ലൈക്ക് മീ? എൻ്റെ പുതിയ കൂട്ടുകാർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? മേ ബി സ്കൂൾ വിൽ നോട്ട് ബി ആസ് സ്കെയറി ആസ് ഐ തിങ്ക്. ഞാൻ ചിന്തിക്കുന്നത് പോലെ സ്കൂൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരിക്കില്ല. ഐ ഹോപ്പ് ഐ വിൽ ഹാവ് എ ഗുഡ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. എനിക്ക് സ്കൂളിൽ എൻ്റെ ഫസ്റ്റ് ഡേ നല്ലൊരു ആദ്യ ദിവസം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു എന്നാണ്. സോ ഇത്രയുമാണ് നമ്മൾ തോട്ട്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് തോട്ട്സ്, ചിന്തകൾ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രമാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇതിൻ്റെ ബാലൻസ് വേണമെങ്കിൽ പാർട്ട് 2 എന്ന് കമൻ്റായിട്ട് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.